السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 155-ാമത്തെ പേജാണ് ഇന്ന് നമുക്ക് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകളും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ, മുഹദ്ദിസീങ്ങൾ, നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട നമുക്ക് ഭക്ഷണം തന്നവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ എല്ലാവർക്കും അള്ളാഹു രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി ആ പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال ادخلوا في قد خلت من قبلكم من الجن والإنس في النار كلما دخلت أمة لعنت أختها حتى إذا اداركوا فيها جميعا قالت أخراهم لأولاهم ربنا هؤلاء أضلونا فآتهم عذابا ضعفا من النار قال لكل ضعف ولكن لا تعلمون وقالت أولاهم لأخراهم فما كان لكم علينا من فضل فذوقوا العذاب بما كنتم تكسبون إن الذين كذبوا بآياتنا واستكبروا عنها لا تفتح لهم أبواب السماء ولا يدخلون الجنة حتى يلج الجمل في سم الخياط وكذلك نجزي المجرمين لهم من جهنم مهاد ومن فوقهم غواش وكذلك نجزي الظالمين والذين آمنوا وعملوا الصالحات لا نكلف نفسا إلا وسعها أولئك أصحاب الجنة هم فيها خالدون ونزعنا ما في صدورهم من غل تجري من تحتهم الأنهار وقالوا الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله لقد جاءت رسل ربنا بالحق ونودوا أن تلكم الجنة ورثتموها بما كنتم تعملون صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അറാഫ്. ഈ സൂറയിലെ 38 മുതൽ 43 വരെയുള്ള 6 ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തത്. പരിശുദ്ധ ഖുർആനിൽ 8-ാമത്തെ ജുസ്ഇൽ 155-ാമത്തെ പേജ്. അള്ളാഹുവിന്റെ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, ഇതൊക്കെ നിഷേധിച്ച് അഹങ്കരിച്ച് നടക്കുന്ന ആളുകൾക്ക് നരകമാണ് സങ്കേതം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതേപോലെ തന്നെ അവർ മരിക്കുന്ന ആ സമയം അവരുടെ അവസ്ഥകൾ ഭയാനകമായിരിക്കും എന്നും നമ്മൾ കഴിഞ്ഞ പേജിൽ അവസാനമായി പറഞ്ഞിരുന്നു. അള്ളാഹുവിന് പുറമെ അവർ ആരാധിച്ചു വന്നിരുന്ന ഒരു വസ്തുക്കളും ഒന്നും ആ സമയത്ത് അവരെ രക്ഷിക്കാനോ സഹായിക്കാനോ ഉണ്ടാവുകയില്ല എന്നും നമ്മൾ പറഞ്ഞു. അവരുടെ കർമ്മഫലം മരണവേളയിൽ തന്നെ അവർ കണ്ടു തുടങ്ങുകയാണ്. അതിനുശേഷം പിന്നീട് ഖിയാമത്ത് നാളിൽ അവർക്ക് എന്തൊക്കെ നേരിടേണ്ടി വരും, അവിടെ എന്തൊക്കെയാണ് നടക്കുക, അതാണ് ഇനി ഈ പേജിൽ 38-ലും 39-ലും അല്ലാഹു തആല പറയുന്നത്. 38-ാമത്തെ ആയത്തിലും 39-ാമത്തെ ആയത്തിലും സത്യനിഷേധികൾ അവർ ആരാണെങ്കിലും, എത്രയൊക്കെ പരമയോഗ്യരാണെങ്കിലും,
എല്ലാവരും അന്ത്യനാളിൽ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും. ജിന്നുകളുടെ കൂട്ടത്തിലും മനുഷ്യരുടെ കൂട്ടത്തിലും പെട്ട പല ആളുകളും നിങ്ങളെപ്പോലെ സത്യം നിഷേധിച്ചിട്ടുണ്ട്. അത്തരം സമൂഹങ്ങളോടൊപ്പം നിങ്ങളും നരകത്തിലേക്ക് കടന്നോളൂ എന്നാണ് അവരോട് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു കൽപ്പനയാണ് അവർക്ക് ലഭിക്കുക. അങ്ങനെ ഓരോ സമുദായവും നരകത്തിൽ കടക്കുന്ന സമയത്ത് ആ സമുദായത്തിൽപ്പെട്ട ആളുകൾ പരസ്പരം കുറ്റപ്പെടുത്തുമെന്നാണ്. പഴിചാരും, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരും. ജൂതന്മാർ ജൂതരെ, ക്രിസ്ത്യാനികളെ, ബഹുദൈവ വിശ്വാസികൾ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശപിക്കും, പഴിചാരും. അവർ പരസ്പരം സഹകരിച്ചത് കൊണ്ടാണല്ലോ ഇങ്ങനൊരു ഗതിയിൽ അവർ എത്തിച്ചേർന്നത്. അങ്ങനെ എല്ലാ ആളുകളും നരകത്തിൽ സമ്മേളിച്ചു കഴിഞ്ഞാൽ പിൽക്കാലക്കാരായ ആളുകൾ മുൻകാലക്കാരായ ആളുകളെ, അങ്ങനെ മുൻഗാമികളെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. നേതാക്കളായിരുന്ന ആളുകളെ പറ്റി അനുയായികൾ അള്ളാഹുവിനോട് പരാതി പറയും. പടച്ചോനെ, ഇവരാണ് ഞങ്ങളെ പഴിപ്പിച്ചത്, ഈ നേതാക്കളാണ് ഞങ്ങളെ പഴിപ്പിച്ചത്, അതുകൊണ്ട് നീ അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണമേ. ഒന്ന് സ്വയം പിഴച്ചതിനും പിന്നെ ഞങ്ങളെ പഴിപ്പിച്ചതിനും. അങ്ങനെ അവർ അള്ളാഹുവിനോട് പറയുമെന്നാണ്. ഏതായാലും ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ല എന്ന് അവർക്ക് ഉറപ്പായിട്ടുണ്ട്. എന്നാലും ശരി, വേറുള്ള ആളുകളുടെ ദേഷ്യവും അമർഷവും കാരണം അവർക്ക് കൂടുതൽ ശിക്ഷ ലഭിക്കാൻ അവർ ആഗ്രഹിക്കുകയാണ്. അവരേതാണ് രക്ഷപ്പെടില്ല. അപ്പൊ വേറുള്ള ആളുകളോടുള്ള പക അവർ പറഞ്ഞിട്ട് അവരെ പിന്നാലെ കൂടിയിട്ടാണ് ഞങ്ങൾക്ക് ഈ ഗതി വന്നത് എന്ന് പറഞ്ഞ് അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കാൻ വേണ്ടി പറയും. സ്വയം പഴച്ചുപോയി എന്നതിന് പുറമെ അവരുടെ നേതാക്കൾക്ക് അനർഹമായ സ്ഥാനം നൽകി അവർ പറയുന്നതൊക്കെ കേട്ട് അന്ധമായി അംഗീകരിച്ച് അനുകരിക്കുകയാണല്ലോ ഈ ചങ്ങായിമാർ, ഈ അനുയായികൾ ചെയ്തത്. ഏതായാലും ഇങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ റബ്ബിന്റെ മറുപടി എന്താണെന്നറിയോ? അല്ലാഹു തആല പറയും അത്രേ, ആർക്കും ശിക്ഷക്ക് കുറവൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ട് ഇരട്ടി ശിക്ഷ. പക്ഷെ ഓരോരുത്തരുടെയും ശിക്ഷയുടെ യഥാർത്ഥ അവസ്ഥ മറ്റുള്ളവർക്ക് അറിയാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും പള്ള നിറച്ച് കിട്ടുന്നുണ്ട് എന്നർത്ഥം. അനുയായികളുടെ ആക്ഷേപവും ആവലാതിയും കൊടുക്കുമ്പോൾ നേതാക്കൾ അതിന് മറുപടി പറയുമെന്ന. നേതാക്കൾ പറയും, നിങ്ങളെന്തിനാ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത്? ആർക്കും ശിക്ഷയുടെ ഒഴിവില്ല, ഒരു തരിമ്പും ആർക്കും അത് കുറയില്ല. നേതാക്കൾ അനുയായികൾക്ക് മറുപടി പറയാ. അവരെ കുറ്റപ്പെടുത്തി അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പറഞ്ഞപ്പോൾ അതിനവർ മറുപടി പറയാണ്. എന്താ പറയുന്നത്? എല്ലാവരും ഒരുപോലെ തന്നെയാണ്, എല്ലാവരും ഒരുപോലെയാണ്. ഞങ്ങളെ പഴിചാരി രക്ഷപ്പെടാമെന്ന് നിങ്ങൾ മോഹിക്കണ്ട, നിങ്ങൾക്ക് അതുകൊണ്ടൊരു മെച്ചവും കിട്ടാനുമില്ല. റബ്ബെന്താ പറഞ്ഞത്? എല്ലാവർക്കും ശിക്ഷ ഉണ്ടെന്നല്ല പറഞ്ഞത്. എന്താണ് നിങ്ങൾ ഞങ്ങളെ പഴിചാരുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണുള്ളത്? ചെയ്തതിന്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിച്ചോളൂ. ഞങ്ങളുടെ മേൽ കുറ്റം ചുമത്തി ഒഴിവാകാമെന്ന വ്യാമോഹം വേണ്ട എന്ന് ചുരുക്കം. അത് നോക്കാണ്, അവിടെ ചെന്നാൽ എല്ലാവരും കൈയൊഴിയാണ് പരസ്പരം, ആരും നോക്കൂല. അപ്പൊ ഇവിടെ വെറുതെ കുറെ ആൾക്കാരെ പിന്നാലെ കൂടണ്ട. അവിടെ നേതാക്കളും അനുയായികളുമുള്ള സംഭാഷണം അല്ലാഹു തആല ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞു തരുന്നത്. സാക്ഷാൽ ഇബ്ലീസ് വരെ കൈയൊഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്. ഇബ്ലീസ് പറയും, എന്നെ കുറ്റം പറയണ്ട, ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എന്തിനാ കൂടെ പോകുന്നത്? സൂറത്ത് ഇബ്രാഹിമിലെ സൂറത്ത് നമ്മൾ പലപ്പോഴും സൂറത്ത് ഇബ്രാഹിമിലെ ആയത്ത് പലപ്പോഴും ഓതിയതാണല്ലോ നമ്മൾ. ഞാൻ വിളിച്ചപ്പോൾ എന്തിനാ നിങ്ങൾ എന്റെ കൂടെ പോകുന്നത്? എന്നെ കുറ്റപ്പെടുത്തണ്ട, എനിക്കിവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങളായിട്ട് അനുഭവിച്ചോളൂ എന്ന് പറയുന്ന ഇബ്ലീസ് നരകത്തുനിന്ന്. നമ്മൾ ഇവിടെ അവൻ വിളിച്ച അവന്റെ കൂടെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുക. നൗദുബില്ല, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അവൻ പ്രത്യക്ഷ ശത്രുവാണ്, നിങ്ങളെ സ്വർഗത്തിലേക്ക് കടത്താതിരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് അള്ളാഹു തആല നാഴികക്ക് 40 വട്ടം എന്ന പോലെ പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മൾ അവന്റെ പിന്നാലെ പലപ്പോഴും പോകും. പിന്നാലെ കൂടി അവൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ടില്ല കൈയൊഴിയും. ആകട്ടെ, നമുക്ക് ആയത്ത് പഠിക്കാം. 38-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال ادخلوا في قد خلت من قبلكم من الجن والإنس في النار كلما دخلت أمة لعنت أختها حتى إذا اداركوا فيها جميعا قالت أخراهم لأولاهم ربنا هؤلاء أضلونا فآتهم عذابا ضعفا من النار قال لكل ضعف ولكن لا تعلمون قال അല്ലാഹു തആല പറയും, ഇങ്ങനെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് ധിക്കാരികളായ നടന്ന ആളുകൾ ഖിയാമത്ത് നാൾ എത്തിക്കഴിഞ്ഞാൽ അവരോട് പറയും, ഉദ്ഖുലൂ, നിങ്ങൾ കടന്നുകൊള്ളൂ, ഫി ഉമമിൻ, സമുദായങ്ങളുടെ കൂട്ടത്തിൽ,
അത് ഖലത് മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങളെ കൂട്ടത്തിൽ നിങ്ങളും കടന്നേക്കൂ. ഏതാണ് ആ സമുദായങ്ങൾ? മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട, വൽ ഇൻസി, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട നിങ്ങളുടെ മുൻഗാമികളുടെ കൂടെ നിങ്ങളും കടന്നോളൂ. എവിടേക്ക്? പിന്നാർ, നരകത്തിൽ നിങ്ങളും കടന്നോളൂ. ഇവിടെ ഇനി തർക്കിക്കൊന്നും വേണ്ട, ഇവിടെ നിങ്ങൾക്ക് രക്ഷയില്ല. നിങ്ങളെ മുൻഗാമികളെ അത്തരം ആളുകൾ അവിടെ കടന്നോളൂ. എന്നിട്ട് ഓരോ സമുദായവും നരകത്തിൽ കടക്കുന്ന രംഗമാണ് ഇനി അല്ലാഹു തആല പറയുന്നത്. കുല്ലമാ ദഖലത് ഉമ്മത്തുൻ ലഅനത് ഉഖ്തഹാ, അങ്ങനെ ഓരോ സമുദായവും നരകത്തിൽ പ്രവേശിക്കുമ്പോ ലഅനത് ഉഖ്തഹാ, സഹോദര സമുദായത്തെ ശപിച്ചുകൊണ്ടിരിക്കും. ഒരു കാരണമാണ് ഞങ്ങൾക്ക് പെട്ടത്, ഇന്ന ആളൊക്കെ ഒപ്പം കൂടിയതുകൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് വേണ്ടി വന്നത്, ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കും. കുല്ലമാ ദഖലത് ഉമ്മ, ഓരോ ഉമ്മത്തും അതിലേക്ക് കടക്കുമ്പോ ലഅനത് ഉഖ്തഹാ, അതിന്റെ സഹോദരി എന്ന് പറഞ്ഞാൽ സഹോദര സമുദായത്തെ ശപിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അങ്ങനെ ഇദദ്ദാറകൂ ഫിഹാ ജമീഅൻ, അവരെല്ലാവരും ആ നരകത്തിൽ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ, ഇദദ്ദാറകൂ ഫിഹാ, ആ നരകത്തിൽ അവരെല്ലാവരും ജമീഅൻ, എല്ലാവരും ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ, ഖാലത് ഉഖ്റാഹും, പിൻഗാമികളായ ആളുകൾ പറയും, ലിഊലാഹും, അവരുടെ മുൻഗാമികളോട് പറയും, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ. പിൻഗാമികളായ ആളുകൾ മുൻഗാമികളായ ആളുകളെ കുറിച്ച് റബ്ബിനോട് പരാതി പറയാണ്. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഹൗലായി, ഈ ആളുകളാണ്, അദല്ലൂനാ, ഞങ്ങളെ പഴപ്പിച്ചത്, അതുകൊണ്ട് ഫആതിഹിം, അതുകൊണ്ട് നീ അവർക്ക് കൊടുക്ക്, അദാബൻ ളിഅഫൻ മിനന്നാർ, ഞങ്ങൾക്ക് നൽകുന്ന നരകശിക്ഷയിൽ നിന്ന് ഇരട്ടി നീ അവർക്ക് കൊടുക്കും റബ്ബേ. ഞങ്ങൾക്ക് നൽകുന്നതിന് ഇരട്ടി ശിക്ഷ, ളിഅഫൻ എന്ന് പറഞ്ഞാൽ ഇരട്ടി, നീ നൽകണമേ റബ്ബേ എന്ന് പറയുമ്പോൾ എന്താ മറുപടി? ഖാല, അല്ലാഹു തആല പറയും, ലികുല്ലിൻ ളിഅഫൻ, എല്ലാവർക്കും ഇരട്ടിയുണ്ട്, എല്ലാവർക്കും ഇരട്ടി ശിക്ഷയുണ്ട്. വലാകിൻ ലാ തഅലമൂൻ, പക്ഷേ നിങ്ങളത് അറിയുന്നില്ല എന്ന് മാത്രം. എല്ലാവർക്കും ഉണ്ട് ശിക്ഷ. ആരെയും പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. വഖാലത് ഊലാഹും ലിഉഖറാഹും, 39-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാലത് ഊലാഹും ലിഉഖറാഹും ഫമാ കാന ലക്കും അലൈനാ മിൻ ഫദ്ലിൻ فذوقوا العذاب بما كنتم تكسبون. وقالت اولاهم لاخراهم, ഇവർ മറുപടി പറയാണ്. ആര്? മുൻഗാമികളായ ആളുകൾ പിൻഗാമികൾക്ക് മറുപടി പറയുകയാണ്. നേരത്തെ പിൻഗാമികൾ മുൻഗാമികൾ ആക്ഷേപിച്ചില്ലേ, അതിന് ഊലാഹും, അവരുടെ മുൻഗാമികൾ, ലിഉഖറാഹും, അവരുടെ പിൻഗാമികളോട് മറുപടി പറയാണ്. ഫമാ കാന ലക്കും അലൈനാ മിൻ ഫദ്ലിൻ, അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ ഒരു മെച്ചമില്ല. അല്ലാഹു തആല എന്താ പറഞ്ഞത്? ലികുല്ലിൻ ളിഅഫിൻ, എല്ലാവർക്കും ഇരട്ടി എന്നല്ല പറഞ്ഞത്. പിന്നെന്തിനാ ഞങ്ങൾ ആക്ഷേപിക്കുന്നത്? നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ ഒരു മെച്ചമില്ലല്ലോ. ഫമാ കാന ലക്കും, നിങ്ങൾക്കില്ല, അലൈന, ഞങ്ങളെക്കാൾ ഒരു മെച്ചവുമില്ല. അതുകൊണ്ട് വെറുതെ ന്യായം പറഞ്ഞ് ഞങ്ങൾ കുറ്റം പറയണ്ട. ഫദൂഖുൽ അദാബ, നിങ്ങൾ ശിക്ഷ ആസ്വദിച്ചുകൊള്ളൂ. ബിമാ കുൻതും തക്സിബൂൻ, നിങ്ങൾ ചെയ്തത് കാരണം, നിങ്ങൾ ചെയ്ത തെറ്റുകൾ കാരണം നമ്മളെ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചുകൊള്ളൂ എന്നവരോട് പറയും. കുറ്റം പറയണ്ട. നരകശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്തും അവർ തമ്മിൽ കഠിനമായ പകയും ശത്രുതയും വെച്ചു പുലർത്തുമെന്നാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പരസ്പരം പഴിചാരിയിട്ടും കുറ്റപ്പെടുത്തിയിട്ടും രക്ഷപ്പെടില്ലാന്ന് ഉറപ്പാണ്. 4 പേർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ട്. എല്ലാം അറിയുന്ന അല്ലാഹു തആല അവന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നമ്മളോട് നേരത്തെ പറഞ്ഞതിനാണ് ഇങ്ങനെ ഉണ്ടാവുമെന്ന്. സ്വന്തം വചനങ്ങളിലൂടെ, അജയ്യമായ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ സത്യനിഷേധികളുടെ നിസ്സഹായകരമായ ഇത്തരം ഭാവികൾ, അവരുടെ പരലോകത്ത് അവർക്ക് നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായി വിവരിച്ചു തരികയാണ്. ഇത്രയൊക്കെ മനസ്സിലാക്കി തന്നിട്ടും അത് ശ്രദ്ധിക്കാതെ, ഉൾക്കൊള്ളാതെ വീണ്ടും വീണ്ടും സത്യനിഷേധികളായി മാറുന്ന ആളുകൾ എത്രമാത്രം സഹതാപമർഹിക്കുന്ന ടീമാണവർ. അവർ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി പഠിക്കേണ്ടവർ, ചിന്തിക്കേണ്ടവർ. പരലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ കൃത്യമായി റബ്ബ് പറഞ്ഞു തരാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും ഉണ്ടാവില്ല, റബ്ബില്ല, ദീനില്ല, പരലോകമില്ല, ലോകാവസാനമില്ല, മരണമില്ല ഒക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ. മരണശേഷമുള്ള പുനർജന്മമില്ല, മരണമില്ല എന്ന് പറയാൻ ആർക്കും കഴിയില്ല. കാരണം എല്ലാവരും മരിക്കുന്നത്. അതിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ നിഷേധിക്കാനില്ല. അല്ലാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കാം. 40-41. അള്ളാഹുവിന്റെ ആയത്തുകൾ നിഷേധിച്ച ആളുകൾക്ക് സ്വർഗം കണി കാണാൻ പോലും സാധ്യമല്ല. നരകത്തിൽ അവർ നിരന്തരമായി താമസിക്കേണ്ടവരാണ്. നരകാഗ്നി അവരെ ആവരണം ചെയ്യും എന്നൊക്കെയാണ് ഇനിയുള്ള 2 ആയത്തുകൾ പറയുന്നത്.
അത്തരക്കാരായ ആളുകൾ സ്വർഗത്തിലേക്ക് ഒരിക്കലും കടക്കൂല എന്നത് അത് അസംഭവ്യമാണ് എന്ന് സൂചിപ്പിക്കാൻ ഒരു ഉദാഹരണം കൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്. എന്താ ഉദാഹരണം എന്നറിയോ? ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ കടക്കുന്നത് വരെ അവർ സ്വർഗത്തിൽ കടക്കുകയില്ല. ഒട്ടകം സൂചിന്റെ ഓട്ടം ഉണ്ടാവില്ല, നൂല് കോർക്കുന്ന ദ്വാരം, ആ ദ്വാരത്തിലൂടെ ഒരു ഒട്ടകത്തിന് കടന്നു പോകാൻ കഴിയോ? അത് അസംഭവ്യമല്ലേ? അങ്ങനെ ഒരു സൂചിയുടെ തുളയിലൂടെ ഒട്ടകം കടന്നു പോകുന്നത് വരെ ഇവർ സ്വർഗത്ത് കടക്കൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആ വഴിക്ക് അവരുണ്ടാവില്ല. അത് അസംഭവ്യമാണ്. ഒരു കാലത്തും അവർ സ്വർഗത്ത് പ്രവേശിക്കുകയില്ല. ഒരു സംഗതി അസംഭവ്യമാണ് എന്ന് പറയാൻ, സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണ്, പറ്റാത്തതാണെന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണിത്. സൂചിയുടെ ദ്വാരത്തിൽ ഒട്ടകം കടക്കൽ അസാധ്യമാണല്ലോ, അതുപോലെ സത്യനിഷ്ഠനും സ്വർഗത്തിൽ പ്രവേശിക്കലും അസാധ്യമാണ്. നോക്കൂ 40ഉം 41. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന കസ്സബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാഇ വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമൽ ഫീ സമ്മിൽ ഖിയാത്ത് വകദാലിക നജ്സിൽ മുജ്രിമീൻ. ഇന്നല്ലദീന കസ്സബൂ, നിശ്ചയം നിഷേധിച്ച ആളുകൾ, ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വ്യാജമാക്കിയ ആളുകൾ, വസ്തക്ബറു അൻഹാ, അവയുടെ നേരെ അഹന്ത നടിക്കുകയും ചെയ്ത ആളുകൾ, ലാ തുഫത്തഹു ലഹും, അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല, അബ്വാബുസ് സമാ, ആകാശത്തിന്റെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല. അവർ മരണപ്പെടുമ്പോ അവരുടെ ആത്മാവ് കയറിപ്പോകാൻ വാതിലുകൾ തുറക്കൂല. അവർ ചെയ്യുന്ന അമലുകൾ ആ വാതിലുകളുടെ മുകളിലൊക്കെ കയറിപ്പോകുകയില്ല. അവർ അള്ളാഹുവിന്റെ ആയാത്തുകൾ നിഷേധിച്ചവരാണ്, കാഫിരീങ്ങളായി ജീവിച്ചവരാണ്. വലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. ഹത്താ യലിജൽ ജമലു, ഒട്ടകം പ്രവേശിക്കുന്നത് വരെ, ഫീ സമ്മിൽ ഖിയാത്ത്, സൂചിയുടെ ദ്വാരത്തിൽ കൂടെ. ഖിയാത്ത് എന്ന് പറഞ്ഞാൽ സൂചി, സമ്മ എന്ന് പറഞ്ഞാൽ ദ്വാരം. ഫീ സമ്മിൽ ഖിയാത്ത്, സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകം പ്രവേശിച്ച് കടന്നു പോകുന്നത് വരെ അവർ സ്വർഗത്തിൽ കടക്കുകയില്ല. യലിജ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക, ജമൽ ഒട്ടകം. വകദാലിക നജ്സിൽ മുജ്രിമീൻ, ഇങ്ങനെയാണ് കുറ്റവാളികൾക്ക് നമ്മൾ പ്രതിഫലം നൽകുന്നത്. മുജ്രിമീങ്ങളായ ക്രിമിനൽസിന്, കുറ്റവാളികൾക്ക് ഇങ്ങനെയാണ് നമ്മൾ പ്രതിഫലം നൽകുന്നത്. എന്താണ് അവരുടെ നരകശിക്ഷയുടെ അവസ്ഥ? അതാണ് 41. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഹും മിൻ ജഹന്നമ മിഹാദ് വമിൻ ഫൗഖിഹിം ഗവാശ് വകദാലിക നജ്സിൽ ളാലിമീൻ. അല്ലാഹുമ്മ ലാ തുജഅൽനാ മിൻഹും. റബ്ബേ, ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തരുത് തമ്പുരാനെ, ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ലഹും, അവർക്കുണ്ട്, മിൻ ജഹന്നം, നരകത്തിൽ നിന്ന്, മിഹാദുൻ, വിരിപ്പുണ്ട്, നരകാഗ്നിയുടെ വിരിപ്പുണ്ട് അവർക്ക്. അമിൻ ഫൗഖിഹിം, അവരുടെ മുകളിൽ നിന്ന്, ഗവാശിൻ, പുതപ്പുകളുമുണ്ട്. നരകാഗ്നിയുടെ വിരിപ്പുണ്ടവർക്ക്, മുകളിൽ നിന്ന് നരകാഗ്നിയുടെ പുതപ്പുകളുമുണ്ട്. വകദാലിക നജ്സിൽ ളാലിമീൻ, അങ്ങനെയാണ് അക്രമകാരികളായ ആളുകൾക്ക് നമ്മൾ പ്രതിഫലം നൽകുന്നത്. അതുകൊണ്ട് ആ വഴിക്ക് നിങ്ങൾ പോകരുത്, ആ കൂട്ടത്തിൽ പെട്ടുപോകരുത്, റബ്ബിന്റെ ആയാത്തുകൾ നിഷേധിക്കരുത്. ലഹും മിൻ ജഹന്നമ മിഹാദ്, മിഹാദ് എന്ന് പറഞ്ഞാൽ വിരിപ്പ്, ഗവാസ് എന്ന് പറഞ്ഞാൽ പുതപ്പുകൾ. കാരണം അവരെ ആകെ മുച്ചൂടും നരകാഗ്നി വലയം ചെയ്യും, ചുറ്റിപ്പൊതിയും എന്നർത്ഥം. ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, ആകാശത്തിന്റെ വാതിലുകൾ അവർക്ക് തുറക്കപ്പെടുകയില്ല എന്നതിന്റെ അർത്ഥം. പല വ്യാഖ്യാനങ്ങളും അതിനുണ്ട്. ജീവിക്കുന്ന കാലത്ത് അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും മേൽപോട്ട് കയറൂല, റബ്ബിന്റെ അടുത്തേക്ക് എത്തൂല എന്നർത്ഥം. അതേപോലെ അവർ മരണപ്പെട്ടാൽ അവരുടെ ആത്മാക്കൾ ആകാശത്തേക്ക് ഉയർന്നു പോവുകയില്ല, ആകാശത്തിൽ ആളുകൾ സ്വീകരിക്കൂല, താഴോട്ട് തന്നെ സിജ്ജിനിലേക്ക് തള്ളപ്പെടും. നമ്മൾ മുമ്പ് ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളുടെ ആത്മാക്കളെ ഇല്ലീനിലേക്ക്, ഓരോ ആകാശങ്ങളുടെയും കവാടങ്ങൾ തുറന്ന് ഇല്ലീനിലേക്ക് കൊണ്ടുപോകുമ്പോൾ കാഫിരീങ്ങളുടെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, സിജ്ജീനിലേക്ക് താഴ്ത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ആട്ടിപ്പായിപ്പിക്കുന്നെന്നാണ് ഓരോ ആകാശത്തിനും കാവൽക്കരായി നടക്കുന്നത്. സത്യവിശ്വാസികളായ ആളുകൾ അങ്ങനെയാണ്. അവരുടെ അവസ്ഥ, അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ആകാശത്തേക്ക് കയറിപ്പോകും. മരണപ്പെട്ടവരുടെ ആത്മാക്കളും എല്ലിയിലേക്ക് കയറിപ്പോകും. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ ചേർക്കട്ടെ, നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇലൈഹി യസ്ആദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉ. അല്ലാഹുവിലേക്കാണ് നല്ല വാക്കുകൾ കയറിപ്പോകുന്നത്, സൽക്കർമ്മങ്ങളാവട്ടെ അതിനവൻ ഉയർത്തുകയും ചെയ്യുന്നു.
അപ്പൊ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ റബ്ബ് സ്വീകരിക്കുന്നുണ്ട്. ആകാശത്തിന്റെ വാതിലുകൾ അത് സ്വീകരിക്കാൻ തുറക്കപ്പെടുന്നുണ്ടെന്നർത്ഥം. ലഹും മിൻ ജഹന്നമ മിഹാദ് വമിൻ ഫൗഖിഹിം ഗവാഷ്. നരകത്തിൽ നിന്ന് അവർക്ക് വിരിപ്പും പുതപ്പുമുണ്ട് എന്നാണ് പറഞ്ഞത്. അവരുടെ അടിയും മുകളും മുച്ചൂടും നരകാത്തി മൂടിപ്പൊതിയുമെന്ന അർത്ഥത്തിലാണ്. പരിഹാസച്ചുവ നൽകാനാണ് വിരിപ്പ് എന്ന് പ്രയോഗിച്ചത്. പുതപ്പ് എന്നൊക്കെ പറഞ്ഞു. സാധാരണ വിരിപ്പും പുതപ്പും ഉപയോഗിക്കുന്ന തണുപ്പിന് രക്ഷ നേടാൻ സുഖമായി കിടന്നുറങ്ങാനുമാണല്ലോ. പരിഹസിച്ചുകൊണ്ട് പറയണം, നിങ്ങൾക്ക് അവിടെ കിട്ടാനുള്ള ആകെ വിരിപ്പെന്താ? തീയിന്റെ വിരിപ്പാണ്. പുതപ്പെന്താ? നരകാഗ്നിയുടെ പുതപ്പാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മനസ്സറിഞ്ഞ് പറയണം, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. എപ്പോഴും ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും 7 പ്രാവശ്യവും ആവാം. 7 പ്രാവശ്യം ഹദീസുണ്ട്. മിനിമം 3 പ്രാവശ്യമെങ്കിലും നമ്മൾ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ എന്ന് മനസ്സറിഞ്ഞ് രാവിലെയും വൈകുന്നേരം പറയണേ. അങ്ങനെ പറഞ്ഞ ആളുകളെ, മനസ്സറിഞ്ഞ് അങ്ങനെ ദുആ ചെയ്യുന്ന ആളുകൾ അല്ലാഹു തആല ആ ആളുകൾക്ക് വേണ്ടി നരകം അല്ലാഹുവിനോട് പറയുമത്രേ, റബ്ബേ ആ മനുഷ്യനെ നീ എന്നിൽ നിന്നും കാക്കേണമേ എന്ന്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ എന്ന് പറഞ്ഞാൽ മതി. മലയാളത്തിൽ പറഞ്ഞാൽ മതി, പടച്ചവനെ നരകത്ത് തന്നെ കാക്കണേ എന്ന്. എപ്പോഴും അല്ലാഹുവിനെ കാവൽ ചോദിക്കേണ്ട വിഷയമാണ്. നമ്മൾക്കൊരിക്കലും താങ്ങാൻ കഴിയില്ല. നരകത്തിന് ശിക്ഷകൾ പറഞ്ഞാൽ തീരാത്തതാണ്, വിവരിച്ചാൽ തീരാത്തതാണ്. അത് പറഞ്ഞിരിക്കാനോ കേട്ടിരിക്കാനോ നമുക്ക് കഴിയാത്തതാണ്. പിന്നെ എങ്ങനെ അനുഭവിക്കാൻ കഴിയുക? അള്ളാഹു നമ്മളെ കാക്കട്ടെ. മനസ്സറിഞ്ഞ് പറയണം, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. നമ്മളെ നമ്മുടെ മാതാപിതാക്കളും ഉസ്താദുമാരെയും വേണ്ടപ്പെട്ടവരും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നരകത്തെ കുറിച്ച് പറയുന്ന ഭാഗത്ത് നമുക്ക് വിശദമായ സമയ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ വിശദമായി കുറിച്ച് പഠിക്കാം ഇൻഷാ അല്ലാഹ്. 42-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. സത്യനിഷേധികളായ ആളുകളുടെ പരലോക ശിക്ഷയെക്കുറിച്ച് ഉണർത്തി അല്ലെ. ഇതാണ് ഇപ്പൊ നമ്മൾ തൊട്ടുമ്പ് പറഞ്ഞത്. ഇനി സത്യവിശ്വാസികൾക്ക് പരലോകത്ത് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ ശൈലിയാണ്. നരകത്തെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു. ഇന്ന ആളുകൾക്ക് നരകമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ന ആളുകൾ സ്വർഗമുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതൊരു പ്രത്യേക ശൈലിയാണ്. മനുഷ്യന്മാരെ ശ്രദ്ധിച്ചിരിക്കാൻ, ഏതാണ് മനുഷ്യൻ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ശ്രദ്ധിക്കാൻ, ആലോചിക്കാൻ, ജാഗരൂകമായി ജീവിക്കാൻ അല്ലാഹു അത് ഇടക്കിടക്കുന്ന എന്തോ ഒരു സമയത്ത് പറയും. വിശ്വാസം കൊണ്ട് മാത്രം മതിയാക്കരുത് എന്ന് എല്ലായിടത്തും പറയുന്നത് പോലെ ഇവിടെയും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. സൽക്കർമ്മങ്ങൾ നിന്ന് നല്ലോണം ചെയ്യണം. മുഅ്മിനായി എന്നതുകൊണ്ട് മാത്രം ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് നമ്മൾ എത്തില്ല. ഈമാനും വേണം, സൽക്കർമ്മങ്ങളും നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് ഈമാന്റെ കൂടെ എപ്പോഴും അഅ്മാലു സ്വാലിഹാത്ത് എന്നൊക്കെ അല്ലാഹു തആല ചേർത്ത് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആയത്തിലും അങ്ങനെ തന്നെ ചേർത്ത് പറയുന്നുണ്ട്. അതിന്റെ കൂടെ അല്ലാഹു തആല നമ്മളെ സൂചിപ്പിക്കുന്ന, നമ്മളോട് പറയുന്ന ഒരു കാര്യം കൂടെയുണ്ട്. സ്വർഗം നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത അസാധ്യമായ കാര്യങ്ങളൊന്നും അല്ലാഹു തആല കൽപ്പിച്ചിട്ടില്ല. ഇത് പ്രത്യേകം പറയുന്നുണ്ട്. ഓരോരുത്തർക്കും കഴിയുന്നതേ ചെയ്യണമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ആയത്ത് നോക്കാം നമുക്ക്. 42-ാമത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين آمنوا وعملوا الصالحات لا نكلف نفسا إلا وسعها أولئك أصحاب الجنة هم فيها خالدون. കേൾക്കുമ്പോൾ തന്നെ റാഹത്താണല്ലേ. സ്വർഗത്തെ കുറിച്ച് ഞാൻ പറയുമ്പോ മനുഷ്യന് റാഹത്താണ്, സന്തോഷമാണ്. ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണം റബ്ബേ എന്ന് ദുആ ചെയ്യണം. അങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് നരകത്തെക്കുറിച്ച് പരാമർശം വരുമ്പോ റബ്ബേ ഞങ്ങളെ കൂട്ടത്തിൽ പെടുത്തരുതേ എന്ന് പറയണം. സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വരുമ്പോ റബ്ബേ ഞങ്ങളെ എങ്ങനെയെങ്കിലും ആ കൂട്ടത്തിൽ പെടുത്തണമെന്ന് പറയണം. എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ പോരട്ടോ, സ്വർഗത്തിലെ ഫിർദൗസിൽ തന്നെ ഞങ്ങളെ ചേർക്കണമെന്ന് പറയണം. നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോ ഫിർദൗസ് തന്നെ ചോദിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല തരാൻ കഴിവുള്ള ആളാണല്ലോ. തരാൻ കഴിയാത്ത ആളോടല്ലല്ലോ നമ്മൾ ചോദിക്കുന്നത്. എന്തും എത്രയും വാരിക്കോരി തരാൻ കഴിയുന്ന റബ്ബിനോടാ ചോദ്യം. അപ്പൊ അയാൾക്കനുസരിച്ചുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്. ചോദിക്കപ്പെടുന്ന ആൾക്കനുസരിച്ചാണ് ചോദിക്കേണ്ടത്. എന്തിനും തരാൻ കഴിയുന്ന റബ്ബ്, റബ്ബിനോട് ഏറ്റവും ടോപ്പ് ചോദിക്കണം. സ്വർഗത്തിന്റെ ഏതെങ്കിലും മൂലക്ക് എങ്ങനെയെങ്കിലും എന്റെ കാലത്ത് രക്ഷപ്പെടുത്തും എന്നല്ല പറയേണ്ടത്. അല്ലാഹുവേ ഫിർദൗസ് തന്നെ തരയണമേ. റബ്ബിന് തരാലോ. അല്ലാഹു തരുവാനല്ലേ. നമ്മൾക്കെല്ലാതെ ആർക്കാർക്ക് സ്വർഗം തരാം? നമ്മൾ അല്ലാഹുവിനെ വിശ്വസിച്ച ആളുകളല്ലേ, അംഗീകരിച്ച ആളുകളല്ലേ, അവനോട് നിഷ്കരിക്കുന്ന ആളുകളല്ലേ, അവനെ ഓർക്കുന്ന ആളുകളല്ലേ.
അവൻ അംഗീകരിക്കുന്ന ആളുകളില്ല. ഊണിലും ഉറക്കിലും എപ്പോഴും ജീവിതത്തിന്റെ വനുസുക്കിയോ മഹിയായ എന്നൊക്കെ പറഞ്ഞു മാറ്റി എല്ലാം നമ്മൾ അള്ളാഹുവിന് സമർപ്പിച്ച ആളുകളില്ല. പിന്നെ നമ്മളല്ല ആത്മസ്വന്തം കൊടുക്കണം. അള്ളാഹുവെ ഞങ്ങൾ ആ കൂട്ടത്തിൽ ചേർക്കാൻ റബ്ബിന്റെ മഹൽ ഫضൽ കൊണ്ട്. ഔദാര്യമല്ല കേട്ടോ, ഔദാര്യമല്ല, റബ്ബിന്റെ മഹൽ ഫضലാണ് സ്വർഗം. നമ്മൾ ചെയ്യുന്ന അമലുകൾ കൊണ്ട് എങ്ങനെ കിട്ടാൻ ആ സ്വർഗം കിട്ടുമോ? എന്റെ അമല നമ്മൾ ചെയ്യുന്നത് കിട്ടൂല. അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നേരാവണ്ണം ശുക്ർ പോലും ചെയ്യാൻ കഴിയാത്ത പരമസാധുക്കളായ പച്ചപ്പാവങ്ങളാണ് നമ്മൾ. എന്നിട്ട് പിന്നെ എങ്ങനെയാണ് നമ്മൾ ചില അമലുകൾ കൊണ്ട് നമ്മുടെ ശുക്ർ കൊണ്ട് നമ്മൾ ചെയ്യുന്നവർ സ്വർഗം നേടിയെടുക്കുക? റബ്ബിന്റെ ഔദാര്യം കൊണ്ട് കിട്ടിപ്പോരണം, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് കിട്ടിപ്പോരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം ആവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാനും അങ്ങനെ തന്നെയാണ്. എന്നെയും എന്റെ റബ്ബ് റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിച്ചാലല്ലാതെ എനിക്കും അങ്ങോട്ട് കയറാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് റബ്ബിന്റെ ഫضലാണ്. അത് നേടിയെടുക്കാൻ പറ്റുന്ന സംഗതികളെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ, അല്ലാത്തൊന്നും അല്ലാത്ത നിങ്ങളോട് പറഞ്ഞിട്ടില്ല. നോക്കൂ, ആയത്ത് 42-ാമത്തെ ആയത്ത്. വല്ലദീന ആമനു, സത്യവിശ്വാസം സ്വീകരിച്ച ആളുകൾ. തൊട്ടു മുമ്പ് കാഫിറുകളെ കുറിച്ചാണ് പറഞ്ഞത്, ഇനി തിരിച്ചു പറയും. സത്യവിശ്വാസം സ്വീകരിച്ച ആളുകൾ, വഅമലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ. അത്തരം ആളുകൾ കൂട്ടത്തിലൊന്ന് പറയട്ടെ കേട്ടോ, നിങ്ങളോട് ചെയ്യാൻ കഴിയുന്ന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾ എന്ന് പറയുമ്പോഴേ ഞങ്ങൾക്ക് എടുത്താൽ പൊന്താത്ത, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അത് തരാന്ന് പറയാം. അങ്ങനെയല്ല, അല്ലാഹു തആല പറയാൻ അങ്ങനെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ലാ നുകല്ലിഫു, നമ്മൾ കൽപ്പിക്കുകയില്ല, നഫ്സൻ, ഒരാളോടും, ഇല്ലാ ഉസ്അഹാ, അയാൾക്ക് കഴിയുന്നതല്ലാതെ. അതിന്റെ ഇടക്ക് പറയണം, സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞിട്ട് പറയാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതേ പറഞ്ഞിട്ടുള്ളൂ. ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ ഉസ്അഹാ, ഒരാൾക്കും അയാൾക്ക് ചെയ്യാൻ കഴിയാത്തത് പറഞ്ഞിട്ടില്ല, നമ്മൾ കൽപ്പിക്കുകയില്ല. ഇങ്ങനെ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്തവർ, ഉലൈക അസ്ഹാബുൽ ജന്ന, അവർ സ്വർഗത്തിന്റെ അവകാശികളാണ്, സ്വർഗത്തിന്റെ അസ്ഹാബാണ് അവർ. അവർ ഫീഹാ, ആ സ്വർഗത്തിൽ, ഖാലിദൂൻ, അവർ ശാശ്വതരുമാണ്, എന്നെന്നും വസിക്കുന്ന ആളുകളാണ്. പിന്നെ പുറത്തു പോകേണ്ട കാര്യമല്ല, സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്കില്ല. കഴിയുന്നതല്ലാതെ ഒരാളോട് നമ്മൾ കൽപ്പിക്കുകയില്ല. അവിടുന്ന് എന്ത് മനസ്സിലാക്കാം? മുഅ്മിനായ ഒരാൾക്ക് മുഅ്മിനാകുക എന്നതും എന്നിട്ട് അയാൾ സൽക്രമങ്ങൾ ചെയ്യുക എന്നതും എല്ലാ മനുഷ്യന്മാർക്കും കഴിയുന്ന സംഗതി തന്നെയാണ്. പ്രായോഗികമായ കഴിവിനപ്പുറമുള്ള ഒന്നും അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. ഇമാം അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്തിട്ടുണ്ട്. സ്വർഗത്തിൽ ഒരുപാട് മഹത്തായ സ്ഥാനങ്ങളുണ്ട്, ദർജകളുണ്ട്, വലിയ വലിയ ശ്രേഷ്ഠതകളുണ്ട്. അതൊക്കെ നേടിയെടുക്കുക എന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ സംഗതിയൊന്നുമല്ല, പ്രയാസകരമുള്ള കാര്യമല്ല. കാരണം എന്താ? പ്രയാസമുള്ള ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. എളുപ്പമുള്ള കർമ്മങ്ങളോട് തന്നെ സ്വർഗം നേടാം എന്ന് മുഅ്മിനീങ്ങളോട് അല്ലാഹു തആല പറയാണ്. അതേപോലെ തന്നെ സത്യനിഷേധികളെ ഉണർത്തുകയാണ്, നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ മലമറിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് സാധാരണ ഇതിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ സത്യനിഷേധികളെ നിങ്ങൾക്കും സ്വർഗം നേടാം. അതെന്താ? മുഅ്മിനീങ്ങളായാൽ മതി, നല്ല കാര്യങ്ങൾ ചെയ്താൽ മതി. ഇതൊരു മനുഷ്യനെ ചെയ്യാൻ കഴിയുന്ന റബ്ബ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെന്താ നിങ്ങൾക്ക് മുഅ്മിനീങ്ങളായാൽ? അപ്പൊ സ്വർഗം നേടിയെടുക്കുക എന്നത് വലിയ പ്രയാസമുള്ള പണിയല്ല. നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ അത് നേടിയെടുക്കാവുന്നതാണ്. അതാണ് മനസ്സിലാക്കണം. അല്ലാഹു തആല നമ്മളോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പറഞ്ഞത് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, എത്രയോ ഹദീസുകളിൽ കാണാം, ചെറിയ ചെറിയ അമലുകൾക്ക് വലിയ വലിയ പ്രതിഫലങ്ങൾ ഉറപ്പു തരും. അതിൽ പലതും സ്വർഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ ദിക്റുകൾ ചൊല്ലിയാൽ, ചെറിയ സംഗതികൾ കൊണ്ടു നടന്നാൽ സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇപ്പൊ ഞാൻ ഈ ദിക്ർ പറഞ്ഞില്ലേ, ഈ സമയം എന്റെ നിയ്യത്തിനനുസരിച്ച് അള്ളാഹു എനിക്ക് സ്വർഗത്തിൽ ഒരു നഖലത്ത് കൃഷി ചെയ്തിട്ടുണ്ട്, ഒരു ഈത്തപ്പന മരം എന്റെ പേരിൽ അവരെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിന് അള്ളാഹു തആല വളർത്തിക്കൊണ്ടിരിക്കും. ആലോചിച്ചു, ഞാൻ എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു നോക്കൂ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അള്ളാഹു വളരെ വീണ്ടും ഒരു നഖലത്ത് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നട്ടുപിടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ തോട്ടക്കാരനായി നമ്മൾ, അപ്പൊ നമുക്ക് അവിടെ ഒരു നഖലത്തിന്റെ ഒരു ഈത്തപ്പന മരം നമുക്ക് സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ സ്വർഗത്തിലേക്ക് എത്തുമെന്ന് അർത്ഥം. ഇൻഷാ അല്ലാഹ്. തോട്ടക്കാരൻ പുറത്തും തോട്ടം ഉള്ളിലും അങ്ങനല്ലല്ലോ. നമ്മളെ തോട്ടം നമുക്ക് ആസ്വദിക്കാം, നമുക്ക് അനുഭവിക്കാം, അതിനോട് തരും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എത്രയോ ദിക്റുകൾ, മീസാനിൽ കനം തൂങ്ങുന്ന, നാവിന്മേൽ തീരെ പറയാൻ ഭാരമില്ലാത്ത, റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. എത്ര സിമ്പിളാണ് പറയാം, എത്രമാത്രം പ്രതിഫലമാണ് അതിന് അല്ലാഹു തആല നൽകുന്നത്.
ഇങ്ങനെ ഓരോ സംഗതികളും ഞാൻ വിശദമായി പറയുന്നില്ല. അള്ളാഹുത്തആല വാരിക്കുരുത്തൻ. അപ്പൊ സ്വർഗം നേടുക എന്നത് വളരെ സിമ്പിളായി നമുക്കത് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതേ പറഞ്ഞിട്ടുള്ളൂ. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കടുകട്ടിയുള്ളതല്ല. 24 മണിക്കൂർ നിസ്കരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആകെ ഒരു ദിവസം കുറഞ്ഞ സമയം 5 വക്ത് അത് നിർബന്ധമായി ചെയ്യാൻ കഴിയും. 12 മാസവും നോമ്പ് തുറക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ നമ്മളോട്? ഇല്ലല്ലോ. 10 മാസം എന്ന് പറഞ്ഞിട്ടുണ്ടോ? 5 മാസം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, 1 മാസമേ പറഞ്ഞിട്ടുള്ളൂ. അതന്നെ നോമ്പ് വെൽക്കുന്ന സമയത്ത് രോഗിയാണെന്ന് അപ്പം വെൽക്കണ്ട, പിന്നീട് വീട്ടുകൊള്ളു എന്നാ പറഞ്ഞത്. ഇനി മാറൂല എന്ന് ഉറപ്പുള്ള രോഗമാണെങ്കിൽ നിങ്ങൾ നോമ്പ് വെൽക്കണം, ഇത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞില്ല. എത്രമാത്രം ഒഴിവ് കഴിവുകളാണ്, എക്സ്ക്യൂസുകളാ തന്നത്. നിസ്കരിക്കാൻ ഭാഗം കൊടുത്ത് ഉടനെ നിസ്കരിക്കണം, പിന്നെ നിസ്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല. അതിന് 1-2 മണിക്കൂർ സമയം തന്നു. നിങ്ങൾ സമ്പാദിച്ചു വെക്കുന്നത് മുഴുവനും പാവങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു, ഇല്ല. പകുതി കൊടുക്കണം എന്ന് പറഞ്ഞു, ഇല്ല. ഭാഗം കൊടുക്കണം എന്ന് പറഞ്ഞു, ഇല്ല. ഒരു നിശ്ചിത ചെറിയ ശതമാനം അതന്നെ ഉണ്ടാകുമ്പോഴേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞോ? ഇല്ല, ഒരു കൊല്ലം കഴിയുമ്പോൾ കൊടുത്താൽ മതി. ഇങ്ങനെ ഓരോന്നും എന്താ നമ്മളോട് ചെയ്യാൻ കഴിയാത്ത പുറത്തിറപ്പ് പറഞ്ഞത്? ആലോചിച്ച് നോക്കും, ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് തോന്നുകയാണ്, അത് ഭാരമാണ്, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ, മറ്റത് മറിച്ച്, അതൊക്കെ എന്നോട് പറഞ്ഞത് ശരിയായില്ല, അതൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. അതൊക്കെ നമ്മളെ കുഴപ്പം, അള്ളാഹുവിന്റെ നിയമങ്ങളുടെ കുഴപ്പം, നമ്മുടെ കുഴപ്പം. നമ്മളത് മാറ്റിയെടുക്കുന്ന സമയം നമ്മളനുസരിച്ച് നമ്മുടെ ശരീരത്തെ പാകപ്പെടുത്തിയാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ വിശദമായി ആയിട്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, നമ്മളെപ്പോഴും ചിന്തിക്കും. നമുക്ക് കഴിയാത്തതൊന്നും അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇന്ന് നമ്മൾ 43-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നരകക്കാരായ ആളുകൾ പരസ്പരം അസൂയ വെച്ച് പുലർത്തുന്നവരാണ്. നരകത്തിൽ തന്നെ പരസ്പരം പകയും വിദ്വേഷം വെച്ച് പുലർത്തുന്നവരാണ്. പക്ഷെ സ്വർഗക്കാർ അങ്ങനെയല്ല. സ്വർഗക്കാരുടെ ഹൃദയങ്ങൾ അത്തരം എല്ലാ മാലിന്യങ്ങളിൽ നിന്നും മുക്തമാണ്, സംശുദ്ധമാണ് എന്ന് അല്ലാഹു തആല അവരെ മനസ്സിന്ന്, സ്വർഗക്കാരായ ആളുകളെ കൽബിൽ നിന്ന് ഇത്തരം എല്ലാ അസുഖങ്ങളും എടുത്ത് പുറത്തേക്ക്. നരകക്കാർ പരസ്പരം ആക്ഷേപിക്കുമ്പോൾ സ്വർഗക്കാർ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അങ്ങനെ സ്വർഗത്തിൽ കഴിയുകയാണ് ചെയ്യുക. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിയണവർ. മനുഷ്യന്മാർക്കിടയിൽ സ്വാഭാവികമായി സഹജമായി ഉണ്ടാകാറുള്ള പക, വിദ്വേഷം, അസൂയ, കുനുഷ്ട്, ഇങ്ങനത്തെ പരിപാടികളൊന്നും സ്വർഗത്തിലെ ആളുകളുടെ ഇടയിൽ ഉണ്ടാവില്ല. അള്ളാഹു അതൊക്കെ അവരിൽ നീക്കിക്കളയും. ദുന്യാവിൽ നിന്ന് വല്ല അസൂയയോ പകയോ വെറുപ്പോ വിദ്വേഷങ്ങളോ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊന്നും സ്വർഗത്തിലെത്തുന്ന ആളുകൾ ഉള്ളിലുണ്ടാവില്ല. ആ സ്വർഗത്തിൽ ചില ആളുകൾക്ക് ചിലരേക്കാൾ ഉന്നതമായ സ്ഥാനങ്ങളും ബഹുമതികളും ഉണ്ടെങ്കിലും അതിലാർക്കും മറ്റുള്ളവരുടെ അസൂയ വെറുപ്പ് തോന്നൂല. അവനിപ്പോ എന്നെക്കാൾ ദർജ കൂടുതൽ കിട്ടി, അങ്ങനെ ഒരു അസൂയ അല്ലെങ്കിൽ വെറുപ്പ് ഈ മനുഷ്യന്റെ കൽവിൽ തോന്നൂല. സ്വർഗത്തിലുള്ള എല്ലാ ആൾക്കാരുടെ മനസ്സും സംശുദ്ധമായിരിക്കും. ഇത്തരം ചപലതകളിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന് അവരുടെ ഹൃദയങ്ങളെ അല്ലാഹു തആല ശുദ്ധീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇനി പടച്ചറപ്പ് പറയുന്നത്. 43-ാമത്തെ ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَنَزَعْنَا مَا فِي صُدُورِهِمْ مِنْ غِلٍّ تَجْرِي مِنْ تَحْتِهِمُ الْأَنْهَارُ وَقَالُوا الْحَمْدُ لِلَّهِ الَّذِي هَدَانَا لِهَذَا وَمَا كُنَّا لِنَهْتَدِيَ لَوْلَا أَنْ هَدَانَا اللَّهُ لَقَدْ جَاءَتْ رُسُلُ رَبِّنَا بِالْحَقِّ وَنُودُوا أَنْ تِلْكُمُ الْجَنَّةُ أُورِثْتُمُوهَا بِمَا كُنْتُمْ تَعْمَلُونَ. وَنَزَعْنَا നമ്മൾ ഊരിയെടുക്കും, മാ ഫീ സുദൂരിഹിം അവരുടെ ഹൃദയങ്ങളിലുള്ള, മിൻ ഗില്ലിൻ പോര്, പക, അസൂയ, പോര്, ഇതിനൊക്കെ മൊത്തത്തിൽ പറയുന്നതാണ് ഗില്ല്. പോര് എന്നാണ് ശരിക്കും അർത്ഥം. വനസഅനാ മാ ഫീ സുദൂരിഹിം ആ സ്വർഗവാസികളുടെ ഹൃദയങ്ങളിൽ നമ്മൾ നീക്കം ചെയ്തിട്ടുണ്ട്. മിൻ ഗില്ലിൻ എല്ലാ തരം പോരുകളും പകയും അസൂയയും ഒക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. പിന്നെയോ തജ്രീ മിൻ തഹ്തിഹിൽ അൻഹാർ അവരുടെ താഴെ അവരുടെ താഴ്ഭാഗത്തുകൂടെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അതൊരു റാഹത്താണല്ലോ. ഇങ്ങനെ വാട്ടർ ഫ്രണ്ട്, വെള്ളം മുന്നിൽ വരുന്ന കടല്, പിന്നെ കായൽ തീരം, ഇതിൻ്റെയൊക്കെ മുന്നിൽ താമസിക്കുക, വീടുണ്ടാവുന്നൊക്കെ പറഞ്ഞൊരു
എന്താണ് പറയാ, ഒരു ഹൈ ലെവൽ സൂചിപ്പിക്കുന്ന ഒരു വിഷയമാണ് അല്ലേ? അതൊരു ആർഭാടമായി കാണുന്ന വിഷയം. അതുകൊണ്ടാണ് സ്വർഗത്തിൽ അങ്ങനെ നമ്മുടെ കാൽ പാദങ്ങൾക്ക് താഴെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞത്. ഇനി എന്താണ് സ്വർഗത്തിലെ ആളുകളെ പറയുന്നത്? നരകത്തിലെ ആളുകൾ പരസ്പരം പഴിചാരുന്ന പോലെ, കുറ്റപ്പെടുത്തുന്ന പോലെ. അവർക്ക് അങ്ങനെ കുറ്റപ്പെടുത്തുന്ന പരസ്പരം പഴിചാരലൊന്നുമില്ല സ്വർഗത്തിൽ. അവരെന്താ പറയുന്നത്? വഖാലു അൽഹംദുലില്ലാഹ് വഖാലു അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. വഖാലു, അവർ പറയുകയും ചെയ്യും, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്, അല്ലദീ ഹദാനാ ലിഹാദാ, ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ മാർഗദർശനം ചെയ്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഇങ്ങനെ ഒരു സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു തന്ന, അതിനു വേണ്ട മാർഗദർശനങ്ങൾ ചെയ്തു തന്ന റബ്ബിനാണ് സർവസ്തുതിയും. വമാ കുന്നാ ലിനഹ്തദിയ, നമ്മൾ ഒരിക്കലും നേർമാർഗം പ്രാപിക്കുന്നവരായിരുന്നില്ല, ലൗലാ അൻ ഹദാനല്ലാഹ്, അള്ളാഹു നമുക്ക് വഴി കാണിച്ചു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹു നമ്മളെ ഹിദായത്തിലാക്കിയിരുന്നില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു സ്വർഗത്തിലേക്ക് എത്തിച്ചേരുകയില്ലായിരുന്നു. വമാ കുന്നാ ലിനഹ്തദിയ, നമ്മൾ നേർമാർഗം പ്രാപിക്കുന്നവരായിരുന്നില്ല, ലൗലാ അൻ ഹദാനല്ലാഹ്, അള്ളാഹു നമ്മളെ വഴി കാണിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ. ലഖദ് ജാഅത് റുസുലു റബ്ബിനാ ബിൽ ഹഖ്, അവർ പറയുകയാണ് സ്വർഗത്തിൽ നിന്ന്, ഞങ്ങളുടെ രക്ഷിതാവിന്റെ ദൂതന്മാർ സത്യവും കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നത്, ഞങ്ങൾക്കത് ഇപ്പൊ ബോധ്യമായിട്ടുണ്ട്. ലഖദ് ജാഅത്, വന്നിട്ടുണ്ട്, റുസുലു റബ്ബിനാ, ഞങ്ങളുടെ റബ്ബിന്റെ ദൂതന്മാർ, ബിൽ ഹഖ്, സത്യസമേതം തന്നെയാണ് അവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നത് ദുന്യാവിൽ. അത് ഞങ്ങൾക്കിപ്പോ ബോധ്യമായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വനൂദൂ, ഒരു അശരീരി അവിടെ കേൾക്കപ്പെടുന്നത്, അവിടെ വിളിച്ചു പറയപ്പെടുന്നത്. എന്താ വിളിച്ചു പറയുന്നത്? വനൂദൂ, അവർ കേൾക്കുവാൻ വേണ്ടി വിളിച്ചു പറയപ്പെടും, അൻതിൽകുമുൽ ജന്ന, അതാ സ്വർഗലോകം, ഊരിസ്തുമൂഹാ ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ ഫലമായി അത് നിങ്ങൾക്ക് അവകാശമായി ലഭിച്ചിരിക്കുന്നു എന്നവരോട് പറയപ്പെടും, വിളിച്ചു പറയപ്പെടും. വനൂദൂ, അവരോട് വിളിച്ചു പറയപ്പെടും. എന്തൊരു റാഹത്തുള്ള സന്ദേശമാണല്ലേ, എന്തൊരു സന്തോഷമുള്ള കേൾവിയാണത്. അൻതിൽകുമുൽ ജന്ന, അതാ സ്വർഗം, ഊരിസ്തുമൂഹാ ബിമാ കുൻതും തഅലമൂൻ, നിങ്ങൾ ചെയ്തിരുന്നത് കാരണം നിങ്ങൾക്ക് അവകാശമായി കിട്ടിയ സ്വർഗമതാ, നിങ്ങൾ അതിൽ ആസ്വദിച്ചുകൊള്ളൂ എന്നവരോട് പറയപ്പെടും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും യാ അർഹമർ റാഹിമീൻ, ഞങ്ങളെയും ആ കൂട്ടത്തിൽ പെടുത്തണേ റബ്ബേ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് പല ഹദീസുകളിലും, ഒരാൾക്ക് മറ്റൊരാളോട് തോന്നുന്ന ഒരു വിദ്വേഷവും ഇല്ലാത്ത അവസ്ഥയായിരിക്കും സ്വർഗത്തിൽ ജനങ്ങൾക്കുണ്ടാവുക. ആർക്കും ഒരു പോരും പരസ്പരമില്ല, ഒരു അസൂയയില്ല, വിദ്വേഷമില്ല, പകയില്ല, മനസ്സ് ക്ലിയറാണ്. അല്ലാഹു തആല പറഞ്ഞത്, എല്ലാ പോരും അസൂയയും പകയും വിദ്വേഷവും നാം ഊരിയെടുത്ത് കളഞ്ഞിട്ടുണ്ട്. വനൂദു അൻ തിൽകുമുൽ ജന്ന, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാം, നിങ്ങൾ പ്രവർത്തിച്ചതിന് പകരമായിട്ടാണ് സ്വർഗം ലഭിച്ചത് എന്നിവിടെ പറഞ്ഞത് ആലങ്കാരികമായി പറഞ്ഞതാണ്. നിങ്ങൾ പ്രവർത്തിച്ചത് കാരണം സ്വർഗം നിങ്ങൾക്ക് അവകാശമായി കിട്ടിയതുപോലെ നിങ്ങൾ ഉപയോഗിച്ചുള്ളൂ എന്നല്ല റബ്ബ് പറഞ്ഞത്. അത് നമുക്ക് അവകാശമായി കിട്ടിയതല്ല. ആ പറഞ്ഞതൊരു ആലങ്കാരിക പ്രയോഗമാണ്. കാരണം എന്താ? മനുഷ്യൻ 50 100 എത്ര കൊല്ലം ഇബാദത്ത് ചെയ്താലും, ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ആളുകൾ 800 900 കൊല്ലം ജീവിച്ച ആളുകളാണ്. അവരത്രയും കാലം ഇബാദത്ത് ചെയ്തിരുന്നാൽ പോലും അള്ളാഹു ഇവിടെ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി പോലും മതിയാവൂല. നമ്മൾ നമ്മുടെ ജീവിതകാലം മുഴുവനും ഇബാദത്ത് ചെയ്താലും അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി പോലും അത് മതിയാവൂല. പിന്നെ എങ്ങനെയാണ് ഇവിടെ നമ്മൾ ചെയ്ത ആരാധന കൊണ്ട് സ്വർഗമാകാൻ കഴിയുക? മനസ്സിലായല്ലോ. അപ്പോ അമലുകളുടെ പേരിൽ നിങ്ങൾ ചെയ്തത് കാരണം സ്വർഗം ഇത് അവകാശമായി കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അള്ളാഹിന്റെ അടുത്ത് പോയിട്ട് അവകാശം ചോദിച്ചു വാങ്ങാന്നതിന് അർത്ഥമല്ല. ആ ചോദിച്ചാൽ തരൽ അള്ളാഹിന്റെ ബാധ്യതയാണ് എന്നും അർത്ഥമില്ല. നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തത് കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനും കാരുണ്യത്തിനും നിങ്ങൾ പാത്രമായി, അങ്ങനെ നിങ്ങൾക്ക് അവന് സ്വർഗം നൽകി, അതും ഔദാര്യമാണ് എന്നാണ് ശരിയായ അർത്ഥം. നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തു, അതുകൊണ്ടെന്തായി? അവന്റെ റഹ്മത്തിന് നിങ്ങൾ പാത്രീഭൂതരായി, അങ്ങനെ നിങ്ങൾക്ക് അവന് സ്വർഗം നൽകി, അതും അവന്റെ ഔദാര്യമാണ് എന്ന അവകാശം. ഈ പറഞ്ഞത് ആലങ്കാരിക പ്രയോഗമാണ് എന്നർത്ഥം. സൽക്കർമ്മങ്ങൾ സ്വർഗം ലഭിക്കാൻ കാരണമാകുന്നത് റബ്ബ് സ്വീകരിച്ചോണ്ടല്ലേ? അല്ല, അതുകൊണ്ടല്ലേ ഇപ്പൊ നമുക്ക് കൂടിയിട്ടുള്ളത്.
ആ സ്വീകരണം എന്തുകൊണ്ടാണ് നടക്കുന്നത്? റബ്ബിന്റെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പൊ എങ്ങനെ തിരിഞ്ഞു പറഞ്ഞാലും റബ്ബിന്റെ അനുഗ്രഹം തന്നെ അടുത്തേക്കാണ് അവസാനം ചെന്നെത്തുക. അതുകൊണ്ട് നമുക്ക് അവകാശമായിട്ടൊന്നും ചോദിക്കാനില്ല. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വിശ്വാസം തങ്ങൾ പറഞ്ഞത്, ഒരാളെയും അവന്റെ അമലുകൾ സ്വർഗത്തിൽ കടത്തൂല. ഇത് കേട്ടപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നിങ്ങളുടെ അമലുകളും നബി അങ്ങനെ തന്നെയാണ്, നിങ്ങൾ അങ്ങനെ തന്നെയാണോ? എന്താ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഞാനും അങ്ങനെ തന്നെയാണ്. അള്ളാഹു എന്നെ അവന്റെ റഹ്മത്ത് കൊണ്ട് മൂടിയാലല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം അതാണ് പരമപ്രധാനം. മനുഷ്യൻ സ്വർഗത്തിൽ എത്തിച്ചേരുന്നത് ആ റഹ്മത്ത് കൊണ്ടാണ്. അള്ളാഹുവേ, ഞങ്ങളെ ഇന്നലെ മഹത്തായ റഹ്മത്ത് കൊണ്ട് ആ സ്വർഗത്തിന്റെ ഭവനത്തിൽ, ആ സുന്ദരമായ ഭവനത്തിൽ ഞങ്ങൾ എല്ലാവരും ചേർക്കാൻ ഉറപ്പ്. ഞങ്ങൾ മാതാപിതാക്കളെ ചേർക്കാൻ ഉറപ്പ്, ഉസ്താദുമാരെ, ഈ ക്ലാസ് കേൾക്കുന്നവരെ, നമ്മുടെ ദുആ വസിയത്ത് ചെയ്തവരെ, ഞങ്ങൾ ദുആ ചെയ്യാൻ കടപ്പെട്ടവരെ എല്ലാവരെയും ചേർക്കണം. അല്ലാഹ് കാക്കുകയും ചെയ്യാനെന്ന് തമ്പുരാനെ. വനൂദു അൻ തിൽക്കുമുൽ ജന്ന ഊരിസ്തുമൂഹാ ബിമാ കുൻതും തഅമലൂൻ. അവരോട് വിളിച്ചു പറയപ്പെടുന്ന ഒരു 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 പ്രഖ്യാപനമാണ്. ഈ ആയത്ത് വിശദീകരിച്ച്, ഈ ആയത്തിന്റെ വാക്യം വിശദീകരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം. അങ്ങനെ മനുഷ്യന്മാർ സ്വർഗത്തിലേക്ക് കടന്നാൽ അല്ലാഹു അവരോട് പല പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നാണ്. ഒരുപാട് കാര്യങ്ങൾ അവരോട് പറയും. ഇനി നിങ്ങൾ ജീവിച്ചോളൂ, ഇനി നിങ്ങൾ ആരോഗ്യത്തോടു കൂടിയിരിക്കാം, ഇനി നിങ്ങൾക്ക് രോഗം എന്ന് പറഞ്ഞൊരവസ്ഥയിൽ വരികയില്ല. ഇനി നിങ്ങൾ എന്നും ആരോഗ്യവാന്മാരാണ്, സ്വർഗത്തിൽ മഹാസുഖങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് നിങ്ങൾ, ഒരു രോഗവും നിങ്ങൾക്ക് ബാധിക്കൂല. ഇനി നിങ്ങൾ സുഖമായി ജീവിതം ആസ്വദിച്ചു കൊള്ളൂ, ഇനി നിങ്ങൾക്ക് നിരാശ ബാധിക്കുകയില്ല. നിങ്ങൾ എന്നും ചുറുചുറുക്കോടെ യുവത്വത്തോടെ കൂടെ തന്നെ ഇരുന്നോളൂ, ഇനി നിങ്ങൾക്ക് വാർദ്ധക്യം ബാധിക്കുകയില്ല. നിങ്ങൾ ഇത് ശാശ്വതരായി വസിച്ചോളൂ, നിങ്ങൾക്കിനി മരണമില്ല. സുബ്ഹാനല്ലാഹ് എന്ന് അള്ളാഹുവരോട് വിളിച്ചു പറയുമത്രേ. പലതരം സുഖങ്ങൾ, ഒരു കണ്ണും കാണാത്ത, ഒരു മനസ്സും ഒരു കാതും കേൾക്കാത്ത, ഒരു മനസ്സിനും ചിന്തിക്കാൻ പോലും കഴിയാത്ത സുഖ സൗകര്യങ്ങളാണ് അള്ളാഹു തആല സ്വർഗത്തിൽ ഒരുക്കി വെച്ചത് എന്ന് ഹദീസിലുണ്ട്. ഒരു കണ്ണും കാണാത്ത, കേൾക്കാത്ത, അതിലപ്പുറം ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും സുഖ സൗകര്യങ്ങൾ. അതെന്തായിരുന്നു അവിടെ എന്നിട്ട് കാണാമല്ലേ? അള്ളാഹു തൗഫീഖ്. ഒന്നിലും മടുപ്പില്ലാത്ത, എന്തും യഥേഷ്ടം നമുക്ക് ലഭ്യമാവുന്ന, അള്ളാഹുവിന്റെ മഗ്ഫിറത്തും റഹ്മത്തും എമ്പാടും ലഭിക്കുന്ന, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വാരിക്കോരി കിട്ടുന്ന, അതിലപ്പുറം അവിടെ വലിയൊരു സുഖമുണ്ടെന്നാണ്. അള്ളാഹുവിനെ കാണുക എന്ന മഹത്തായ ദർശനം, ലിഖാഉല്ലാഹ്, എന്തോ ഒരു ഭാഗ്യമാണത്, പരമമായ ഭാഗ്യമാണത്, പരമമായ സൗഭാഗ്യമാണത്. അള്ളാഹുവിനെ കാണണ്ടേ? സ്വർഗത്തിൽ അങ്ങനെ സുഖിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് അള്ളാഹു ഒന്ന് ചോദിക്കും, ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? അവർ പറയും, റബ്ബേ, ഇനി എന്താണ് ഞങ്ങൾക്ക് ചെയ്തു തരാൻ? നീ ഒരുപാട് സൗകര്യങ്ങൾ തന്നല്ലോ റബ്ബേ, നിന്റെ നിഅമത്തുകളും നിന്റെ സുഖ സൗകര്യങ്ങളും എത്രയാണ് റബ്ബേ, ഒരുപാട് തന്നല്ലോ. ഇനി എന്താ ഞങ്ങൾക്ക് വേണ്ടത്? ഇനി എന്താ ഞങ്ങൾ ചോദിക്കാം? അള്ളാഹു തആല ചോദിക്കും അവരോട്, അല്ല, നിങ്ങൾക്ക് എന്നെ കാണണ്ടേ? നിങ്ങൾക്ക് എന്നെ കാണണ്ടേ? വേണമല്ലോ തമ്പുരാനെ, ഞങ്ങൾ അതിനാണല്ലോ ഇത്രയും കാലം കാത്തിരുന്നത്. ഞങ്ങൾ നിന്നെ കാണാതെ ആരാധിച്ചത് റബ്ബേ, നിന്നെ ഇവിടെ വെച്ച് കാണാനാണല്ലോ റബ്ബേ. നീ പറഞ്ഞത് നിന്നെ കാണാതിരുന്നത് ഞങ്ങൾ കേട്ടതനുസരിച്ച് നിന്നെ കാണാനാണല്ലോ തമ്പുരാനെ. നിന്നെ കാണിച്ചതാ റബ്ബേ, നിന്റെ മഹത്തായ ലിഖാ ഞങ്ങൾക്ക് കൊണ്ട തമ്പുരാനെ എന്ന് പറയുമ്പോ അള്ളാഹു തആല അതാ അവർക്ക് മുമ്പിൽ അള്ളാഹുവിന്റെ മഹത്തായ തജല്ലി റഹ്മാനായ റബ്ബ് വെളിപ്പെടുകയാണ് അവരുടെ മുമ്പിൽ. എല്ലാ മറകളും നീക്കി അള്ളാഹുവിനെ സ്വർഗത്തിൽ ആളുകൾ കാണുകയാണ്. ഏതുപോലെ? പൂർണ്ണ ചന്ദ്രന്റെ രാവിൽ പൂർണ്ണ ചന്ദ്രനെ നമ്മൾ എങ്ങനെ കാണുന്നോ അതേപോലെ സ്വർഗത്തിൽ എല്ലാവരും തിക്കില്ലാതെ, തിരക്കില്ലാതെ, കാഴ്ചക്ക് മങ്ങലില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ റഹ്മാനായ രാജാതിരാജനായ അള്ളാഹുവിനെ എല്ലാവരും കൺകുളിർക്ക കാണുകയാണ്. അല്ലാഹ് ഞങ്ങൾക്കും ആ അവസരം നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളെ കണ്ണുകൊണ്ട് നിന്നെ കാണാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല, ഞങ്ങളെ കണ്ണിനില്ല, ഞങ്ങളെ ശരീരത്തില്ല, ഞങ്ങളെ അമലുകൾക്കില്ല, ഞങ്ങൾക്കൊരു യോഗ്യതയുമില്ല. നിന്റെ ഫദ്ല് കൊണ്ടാലിക്കാ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം അതാണ്, ഏറ്റവും വലിയ സുഖം അതാണ്. മഹാന്മാരായ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, അള്ളാഹുവിനെ അടുത്തറിഞ്ഞ ആളുകൾ, എന്തിനാ നിങ്ങൾ അള്ളാഹുവിനെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ചോദിച്ചാൽ സ്വർഗത്തിൽ പോകാനെന്നല്ല പറയാ, അള്ളാഹുവിനെ കാണാനെന്നാണ് പറയുക, അള്ളാഹു ലയിച്ചു ചേരാനെന്നാണ് പറയുക. അള്ളാഹുവിൽ അനുരക്തരാണവർ, അള്ളാഹുവിന്റെ ആശിക്യങ്ങളാണവർ, അള്ളാഹുവിനെ പരമമായി സ്നേഹിച്ചവരാണവർ, ആ സ്നേഹത്തിൽ ലയിച്ചു ചേർന്ന് അടിഞ്ഞില്ലാതെയായവരാണവർ മഹാന്മാരായ ആളുകൾ. അള്ളാഹുവിന്റെ ലിഖാ വലിയ സംഭവം.
അതിലപ്പുറം എന്ത് സുഖമാണ്, എന്ത് ആനന്ദമാണ് നമുക്ക് വേണ്ടത്? അങ്ങനെ അള്ളാഹുവിനെ കാണുമ്പോൾ സ്വർഗത്തിലെ ആളുകൾ മറ്റെല്ലാം മതിമറക്കുമെന്നാണ്. എല്ലാം മറന്ന് അങ്ങനെ ആ ജലാലിയത്തിലേക്ക് നോക്കിയിരിക്കും അവർ, കണ്ണിറയെ കണ്ടുകൊണ്ടിരിക്കും അവർ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നേരെ അവരോട് സലാം പറയും. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. വാക്കാൽ അള്ളാഹു തആല സലാം പറയും അവരോട്. എന്തൊരു സുഖമാണത്, എന്തൊരു സൗഭാഗ്യമാണത്, എന്തെല്ലാം സുഖങ്ങളാണ് സ്വർഗത്തിലുള്ളത്. വനൂദൂ അൻ തിൽകുമുൽ ജന്ന ഉരിതുമുഹാ ബിമാ കുൻതും തഅമലൂൻ. അള്ളാഹുവിനോട് ഇവിടെ നമ്മൾ ഹറാം ഉപേക്ഷിച്ചത് റബ്ബിന് വേണ്ടിയായിരിക്കട്ടെ, ഇവിടെ നമ്മൾ ഹറാം കാണാത്തത് റബ്ബിന് വേണ്ടിയായിരിക്കട്ടെ, തെറ്റുകൾ ചെയ്യാത്തത് റബ്ബിന് വേണ്ടിയായിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ റബ്ബിന് വേണ്ടി തെറ്റുകൾ ഉപേക്ഷിച്ചാൽ, റബ്ബിന് വേണ്ടി ഹറാമുകൾ ഒഴിവാക്കിയാൽ, റബ്ബിന് വേണ്ടി നമ്മൾ എല്ലാ വേണ്ടാത്തരങ്ങളും മാറി നിന്നാൽ അള്ളാഹു നമ്മളെ സ്വർഗം തരും. ആ സ്വർഗത്തിൽ വേണ്ടി ലിഖാഅ് തരും. എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് കൂടണം. ഈ ക്ലാസ് കേൾക്കുന്ന ആളുകൾ, നമ്മുടെ സംഘം, നമ്മുടെ കൂട്ടം, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, വേണ്ടപ്പെട്ട ആളുകൾ എല്ലാവരും ഒന്നിച്ച് ഇൻഷാ അല്ലാഹ് നമുക്കവിടെ എത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വനൂദൂ അൻ തിൽകുമുൽ ജന്ന ഉരിതുമുഹാ ബിമാ കുൻതും തഅമലൂൻ. എങ്ങനെയാണെന്ന് വിശദീകരിക്കുക? സ്വർഗത്തെ കുറിച്ച് പറഞ്ഞാൽ പൂജ തീരില്ല. ഒരുപാട് ഹദീസുകൾ, ഒരുപാട് ആയത്തുകൾ, സൂറത്തുൽ വാഖിയ, എത്രയോ ആയത്തുകളിലൂടെയാണ്, പ്രത്യേകിച്ച് അവസാനത്തെ സൂറകളിൽ അല്ലാഹു തആല സ്വർഗത്തെ കുറിച്ച് വിശിഷ്യ പ്രത്യേകമായ സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങളെ കുറിച്ച് നമുക്ക് വർണ്ണിച്ചു തന്നത്. പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ഏറ്റവും മേന്മയുള്ള, ഏറ്റവും ഉദാത്തമായ പാനീയങ്ങളും ഭക്ഷണപാനീയങ്ങളും സുഖ സൗകര്യങ്ങളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ആകാശഭൂമികളുടെ മിശ്രിതമുള്ള വളരെ വിശാലമായ സ്വർഗമാണ്. വ്യത്യസ്ത 100 ദർജകളുള്ള സ്വർഗമാണ്. ഓരോ ദർജകൾക്കിടയിൽ 500 വർഷത്തെ വഴിദൂരമുള്ള സ്വർഗമാണ്. ആ സ്വർഗങ്ങളിൽ വ്യത്യസ്ത ദർജകളുണ്ട്. റബ്ബ് ഏറ്റവും ഉന്നതമായ ഫിർദൗസ് തന്നെ തന്നെ നമുക്ക് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായി വരുന്ന ആയത്തുകൾ വിശദമായി പഠിക്കണം. എല്ലാവർക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇഷ്ടം പോലെ സുഖിക്കാനുണ്ട്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ആരുടെയും സൽക്കർമ്മങ്ങൾ അടുത്ത് പാഴാക്കി കളയുകയില്ല. എല്ലാവർക്കും ഉള്ളതാണത്. ആണാണെന്നോ പെണ്ണാണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവരവർ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട സർവ്വ സുഖ സൗകര്യങ്ങളും അവിടെയുണ്ട്. ശാശ്വതരാണ്, പിന്നെ മരണമില്ല. ഇനി നിങ്ങൾ ഇവിടെ ജീവിച്ചോളൂ, സുഖമായി ജീവിച്ചോളൂ, നിങ്ങൾക്ക് മരണമില്ല എന്നുള്ള പറയും. അതേപോലെ പ്രഖ്യാപനം, ഇതാ സ്വർഗം നിങ്ങൾ ആസ്വദിച്ചോളൂ. അള്ളാഹുവേ ആ കൂട്ടത്തിൽ ചേർത്ത് തരണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത്രയുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ആചരി പിരിയാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. റഹ്മാനെ റഹീമായ തമ്പുരാനെ, ഇതാ ഞങ്ങൾ പറഞ്ഞത് കേട്ടത് പഠിച്ചത് സ്വീകരിക്കണം റബ്ബേ. ഇതാ സ്വർഗം നിങ്ങൾ ആസ്വദിച്ചുകൊള്ളു എന്ന് പറയുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെയും ചേർക്കണേ അല്ലാഹ്. ഫിർദൗസിന്റെ അഹ്ലുകാർ ഞങ്ങൾ ചേർക്കണേ തമ്പുരാനെ. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, വേണ്ടപ്പെട്ടവരെ, ഈ ക്ലാസ് കേൾക്കുന്നവരെ, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ, ഇതിനെ അധ്വാനിക്കുന്നവരെ, ഞങ്ങൾ എല്ലാ നിലക്കും കടപ്പെട്ടവരെ, എല്ലാ മുഅ്മിനീങ്ങളെയും നീ ചേർക്കണേ അല്ലാഹ്. നരകത്തെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ദീർഘകാലം നിന്റെ ദീനിന്, ഇൽമിന്, ഖുർആനിന് ഖിദ്മത്ത് ചെയ്യാൻ അവസരം നൽകണേ അല്ലാഹ്. ഇതെല്ലാം നിന്റെ വജഹിന് വേണ്ടി നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. ഒരുപാട് തെറ്റ് ചെയ്ത ആളുകളാണ്, മാപ്പാക്കണേ അല്ലാഹ്. നിന്റെ കാരുണ്യം കൊണ്ട് മാപ്പ് നൽകണേ തമ്പുരാനെ. ഞങ്ങളെ നീ ശിക്ഷിക്കരുത് അല്ലാഹ്. ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റബ്ബേ. എല്ലാ ആപത്തും, മുസീബത്തുകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകടങ്ങൾ നിങ്ങൾ കാക്കണേ തമ്പുരാനെ. ദുആ കൊണ്ട് വസിയത്ത് ഒരുപാട് ആളുകൾ, എല്ലാവർക്കും ഖൈറും സലാമത്തും സന്തോഷം നൽകണേ തമ്പുരാനെ. ആഫിയത്ത് നിലനിർത്തണേ റബ്ബേ. ഏറ്റവും വലിയ സമ്പത്ത് ആഫിയത്താണല്ലോ, നിലനിർത്തണേ തമ്പുരാനെ. ഞങ്ങളെല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരണേ തമ്പുരാനെ. എല്ലാ മുറാദുകളും ഹാസിലാക്കണേ റബ്ബേ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم وأجل الجنة مأواهم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون
وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.